പലപ്പോഴും ടീനേജ് കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരങ്ങ് ടയേർഡായിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരു എനർജി ഇല്ല. സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് കോപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. സാഹചര്യങ്ങളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും അവരുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് കുഞ്ഞുങ്ങൾ ആ പ്രായത്തിലായിരിക്കേണ്ടതിനേക്കാൾ ഒരുപാട് താഴെയാണ് അവരിയ്ക്കുന്നത്. എക്സ്റ്റേണലായിട്ടൊക്കെ നോക്കിയാൽ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇൻറ്റേർണലി അവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു എനർജിയും എന്തൂസിയാസവും സ്പിരിറ്റും ഒക്കെ മിസ്സിംഗ് ആണ്. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ വളരെ അധികം മാറേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ റിയൽ ലൈഫുമായിട്ട് ഒരു വേൾഡ്ലി ലീഡർഷിപ്പിലേക്കൊക്കെ നമുക്കവരെ നയിക്കേണ്ടതായിട്ടുണ്ട്. അവരെ സ്കിൽഫുൾ ആക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാലമാണ് ടീനേജ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെ ക്രിട്ടിക്കലായിട്ട് ചെയ്യേണ്ടതുണ്ട്? വിദ്യാഭ്യാസത്തിലും പേരൻറ്റിങ്ങിലും ഉണ്ടാവേണ്ട വളരെ ക്രിട്ടിക്കലായ ചില ആസ്പെക്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 8ലെയും 9ലെയും കുട്ടികളും അവരുടെ പേരൻസുമായിട്ട് ഒരുമിച്ചിരുന്ന് ഒരു സെഷൻ ലീഡ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് വളരെ കൗതുകരമായ ഒരു കാര്യം മനസ്സിലായത്, ഇത്തരത്തിലുള്ള സെഷൻസ് വളരെയധികം ഡീപ്പായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് പേരൻസിലും കുട്ടികളിലും ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ആ ഒരു സെഷനിൽ സംബന്ധിക്കുകയുണ്ടായി. വളരെ വലിയ ഒരു ഇമ്പാക്റ്റാണ് അത്തരം സെഷൻ ഉണ്ടാക്കിയത്. പേരൻസിൻ്റെ സൈഡിൽ നിന്നും കുട്ടികളുടെ സൈഡിൽ നിന്നും ഭയങ്കരമായ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സെഷൻ നയിച്ചപ്പോൾ പേരൻസിന് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ കുട്ടികളെ വളർത്തുന്നു, പക്ഷേ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പേരൻസ് പല ക്രിട്ടിക്കൽ ഏരിയയിലും ചിന്തിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് ഒരു പ്രയോറിറ്റിയോടുകൂടി ചിന്തിച്ചിട്ടില്ല. കുട്ടികൾ പലരും പറഞ്ഞത് ഇതൊന്നും ഞങ്ങൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നല്ലതായിട്ട് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പുറത്തുനിന്ന് ഒരാൾ വന്ന് വേണം കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പോലും ഒരു ക്രിട്ടിക്കൽ അവെയർനെസ് ഉണ്ടാവാനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നില്ല. ടീനേജ് ഈസ് എ ടൈം ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോയിൽ ടീനേജിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടീനേജിലാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഏറ്റവും എക്സലൻ്റായിട്ട് നടക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഏർലി ടീനിൽ ഒരു 12, 13, 14 വയസ്സിലൊക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പിന്നീടുള്ള ടൈമിൽ അവർ കുറേ കൂടി കംഫർട്ടബിളായിരിക്കും, കുറേ കൂടി സക്സസ്ഫുള്ളായിരിക്കും, സമാധാനം കാണും, പേരൻസിനും ഹാപ്പിയാകാം, കുട്ടികൾക്കും കുറേ കൂടെ പീസ്ഫുള്ളാകാനുള്ള അവസരങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ സിസ്റ്റം ഞാൻ പലപ്പോഴും കാണുന്നത് ഇന്നും ഈ കുറച്ച് ടെക്നോളജി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ സ്മാർട്ട് ബോർഡുകൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല ക്ലാസ് റൂമുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒഴിച്ചാൽ അധ്യാപകരെയൊക്കെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ എത്ര കണ്ട് ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പരിശീലനങ്ങൾ അധ്യാപകർക്ക് എത്ര കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഈ ഓവർലോഡഡ് ആയിട്ടുള്ള സിലബസിനിടയിൽ അതിനുള്ള എത്ര സ്പേസ് സ്കൂളുകളിലുണ്ട്. വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളീ പഠിക്കുന്നതെല്ലാം കുറേ നോളജിന് വേണ്ടിയല്ല, ആ പഠനത്തിലൂടെ അവർ ആർജിച്ചെടുക്കേണ്ട ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ആ ഡെവലപ്മെൻറ്റുമായിട്ടാണ് വരാൻ പോകുന്ന വളരെ ക്രിട്ടിക്കലായിട്ടൊരു വേൾഡിനെ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് അവർ കുഴഞ്ഞു വീഴാതിരിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവരെ സ്വയം കണ്ടെത്താനും അവർക്ക് നാളെ വരാൻ പോകുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ നേരിടാനും കുറേ കൂടെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് സമാധാനത്തോടെ ജീവിക്കാനും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും സമൂഹത്തിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അവരെ ഒരുക്കിയെടുക്കുക എന്നുള്ളൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം വിദ്യാഭ്യാസത്തിനുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെയധികം മാറിയിട്ട് ഇന്ന് കുറേ സാധനങ്ങൾ വിൽക്കാനുള്ളൊരു സ്ഥലമായിട്ട് സ്കൂൾ മാറിയിരിക്കുകയാണ്. വളരെ പരിമിതമായി, സത്യം പറഞ്ഞാൽ ദുരന്തമാണ്. ഞാൻ കണ്ടത് പാൻസും ഷർട്ടും ഇട്ടുകൊണ്ട് പോയ കുട്ടികളെ കോട്ടിടിയിപ്പിച്ചാൽ അത് ഇൻ്റർനാഷണൽ സ്കൂളാണെന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് കയറ്റിയാൽ അത് ഭയങ്കര എന്തോ അച്ചീവ്മെൻ്റാണ്. കുട്ടിക്ക് എന്ത് കിട്ടുന്നു, കുട്ടിക്ക് എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു, കുട്ടിയിൽ എന്ത് മാറ്റങ്ങളുണ്ടാകുന്നു, ഇതൊന്നും ആരും ചിന്തിക്കുന്നേയില്ല. കുറച്ച് കാര്യങ്ങളെ കച്ചവടം നടത്തി കുട്ടികൾക്ക് എന്തൊക്കെയോ കിട്ടിയെന്ന് വരുത്തി തീർക്കുകയാണ്. അതിൻ്റെ ദുരന്തം നമ്മളിന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. എല്ലാ രംഗത്തും
മനുഷ്യൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു, ക്വാണ്ടിറ്റി കൂടുന്നുണ്ട് എന്നുള്ളത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. ഒന്ന് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ്. കുട്ടികൾക്ക് വളരെ ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. പലപ്പോഴും പിയർ പ്രഷറിൽ കുട്ടികൾ വീണു പോകുന്നു, പല അഴുക്ക് ചാലുകളിലും കുട്ടികൾ പോയി വീണു പോകുന്നു, വളരെ തെറ്റായ പല തീരുമാനങ്ങളും കുട്ടികൾ എടുക്കുന്നു, പലപ്പോഴും പല അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നു, ചന്തയുടെയൊക്കെ സ്വാധീനത്തിൽ കുട്ടികൾ ചെന്ന് പല കാര്യങ്ങളിലും വീഴുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ക്രിറ്റിക്കലായിട്ടൊരു കാര്യത്തെപ്പറ്റി തിങ്ക് ചെയ്യാൻ അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് ഏത് രംഗത്ത് നോക്കിയാലും കുട്ടികളെ അതിന് നമ്മൾ പ്രാപ്തമാക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിത നിലവാരം കുറഞ്ഞു. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അതിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്, എന്ത് പറയണമെന്നുള്ളത് തീരുമാനിക്കുന്നത്, എങ്ങനെ ഇടപെടണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. എല്ലാത്തിൻ്റെയും കേന്ദ്രം തിങ്കിങ് ആണ്. ആ തിങ്കിങ്ങിനെ കുറേ കൂടി എക്സലൻ്റ് ആക്കാനുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല. കുട്ടികളോട് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി തോന്നുന്നതെന്ന് ചോദിക്കുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ കേൾക്കുന്നില്ല. അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളിലും അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കുറേ നോട്ട്സ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതങ്ങ് പഠിച്ചിട്ട് ഇതങ്ങ് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് ഇന്ന് കുട്ടികളൊക്കെ നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഇമോഷണൽ ഇൻ്റലിജൻസാണ്. വൈകാരികമായി ബുദ്ധിശക്തിയോടുകൂടി പെരുമാറാൻ കുട്ടികളെ പഠിപ്പിക്കണം. പലപ്പോഴും ഇന്ന് ഒരു ടീനേജിലൊക്കെ വരുമ്പോൾ കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ചെന്ന് പെടുന്നത് അവർ പലപ്പോഴും ഇമോഷണലായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ഇമോഷണലായിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ വരുന്ന ഇമോഷൻസിനെ ഒന്ന് ക്രമീകരിക്കാൻ, ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ, ഇവിടെ എങ്ങനെ ഞാൻ അതിനോട് പ്രതികരിക്കണം. പലപ്പോഴും ഒരു ആക്ഷനേക്കാളും അതിനോടുള്ള റിയാക്ഷനാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരാളുടെ ഇമോഷണൽ ഇൻ്റലിജൻസാണ്. പിന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ അവിടെ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം. ഇത് ചുമ്മാതെ നമുക്ക് കോച്ച് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ അവർക്ക് ചുറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കണ്ട ഒരു വളരെ രസകരമായ കാര്യം, 2-3 അമ്മമാരാണ് അതിന് ഫീഡ്ബാക്ക് പറയാനായിട്ട് എഴുന്നേറ്റ് വന്നത്. അമ്മമാർ എഴുന്നേറ്റ് വന്നതുകൊണ്ട് അത് കണ്ടു കുറേ പെൺകുട്ടികളും എഴുന്നേറ്റ് വന്നു. എന്നാൽ പുരുഷന്മാരായ പിതാക്കന്മാരാരും എഴുന്നേറ്റ് വരുന്നില്ല, ആൺകുട്ടികളും എഴുന്നേറ്റ് വരുന്നില്ല. അപ്പോൾ പലപ്പോഴും ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ തീരെ കുറയുന്നു, ആൺകുട്ടികളിൽ അത് ഒരുപാട് കുറയുന്നു. പലർക്കും ഒന്ന് എഴുന്നേറ്റ് വരാനോ ഒരു ഐ കോണ്ടാക്റ്റ് തരാൻ പോലും പേടിയാണ് ഒരു ടോക്കൊക്കെ നടക്കുമ്പോൾ. വളരെ ഇൻട്രാക്റ്റീവായിട്ട്, വളരെ ആക്റ്റീവായിട്ട്, വളരെയധികം എന്താ പറയുക, ഒരു എനർജിയോടുകൂടി ക്ലാസ്സുകളൊക്കെ നയിക്കുന്ന ആളാണ് ഞാൻ. ഒരു പരിധി വരെയൊക്കെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ എൻഗേജ് ചെയ്തും പാർട്ടിസിപ്പേറ്റ് ചെയ്തും കൊണ്ടുപോകാൻ ഒരുപാട് പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അങ്ങനെ ഒരാളുടെ ക്ലാസ്സിൽ പോലും അവർ ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് അതൊക്കെ എന്നോട് പറയുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ഗ്രൂപ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാനോ റെസ്പോണ്ട് ചെയ്യാനോ ചോദ്യം ചോദിക്കാനോ ഒന്നും പറ്റുന്നില്ല. കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇനിയുള്ള കാലത്ത് കുട്ടികൾ വിജയിക്കണമെങ്കിൽ അതിൻ്റെ കീ ഫാക്ടർ കമ്മ്യൂണിക്കേഷനാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും, ഏത് വലിയ നേതാവിനെ എടുത്താലും ആ നേതാക്കന്മാരുടെ എല്ലാം ഒരു കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ദെയർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അതാണ് നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത്. ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ പണസംബന്ധമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ച് വളർത്തണം. ഓരോ കാര്യങ്ങളുടെയും വില അവരറിയണം, ഓരോന്നിൻ്റെയും മൂല്യം അവരറിയണം. നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് എത്ര ഇൻകം ഉണ്ട്, അതിന് എത്ര വരെയൊക്കെ നമുക്ക് ചിലവാക്കാം, എന്തും വേണ്ടിയൊക്കെ നമ്മൾ ലോണിനൊക്കെ എത്ര രൂപ തിരിച്ചടയ്ക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ കുട്ടികൾ അറിഞ്ഞ് വളർന്നു വരണം. നമ്മൾ എന്തും വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന എന്ത് സ്പെൻഡ് ചെയ്യരുതെന്നും ഒക്കെ കുട്ടികൾ അറിയണം. ചുമ്മാ കടം വാങ്ങിച്ച് തോന്നുന്ന പോലെ ജീവിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളെ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആക്കുന്നുമില്ല. അവർ സ്വന്തമായി സമ്പാദിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒത്തിരി അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെടാനായിട്ട് സാധിക്കും. കുട്ടികളെ സേവ് ചെയ്യാൻ പഠിപ്പിക്കണം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ തരുമായിരുന്നു സ്കൂളിൽ തന്നെ. അപ്പോൾ സ്കൂളിൽ തന്നെ ആ ക്വാളിറ്റി ഓഫ് ത്രിഫ്റ്റ് വളർത്താൻ വേണ്ടി, ആ സേവ് ചെയ്യുന്ന ആ ഒരിത് വളർത്താൻ വേണ്ടി ചെറിയ പ്രായത്തിലെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്ന് അതിൽ പൈസ സ്വരൂപിക്കാനും ഒക്കെ ഉള്ള
അന്നത്തെയൊക്കെ കാലത്ത് വിദ്യാഭ്യാസത്തിന് കുറേ കൂടി ആഴമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ വർക്ക്ഷോപ്പ്, എനിക്കൊന്ന് എല്ലാ ചൊവ്വാഴ്ചയും 2 പീരീഡ് വർക്ക്ഷോപ്പിൽ പോയി നട്ടും ബോൾട്ടും പിന്നെ കമ്പിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് സ്പാനറും ഒക്കെ ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നു. വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് എന്ന് പറയുന്നൊരു പീരീഡ് തന്നെ 2 പീരീഡ് അടുപ്പിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടെന്താ, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഡിജിറ്റൽ ലിറ്ററസി എല്ലാ കുട്ടികൾക്കും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അത് ഒരു പരിധിവരെയൊക്കെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ലീഗലായിട്ടുള്ള അവയർനെസ് ചെറിയ പ്രായം മുതലേ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. കുട്ടികൾക്ക് നിയമത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസും അല്ല. നിയമം അവരറിഞ്ഞേ പറ്റുള്ളൂ. ചെറിയ പ്രായം മുതലേ കുറ്റകൃത്യങ്ങളിലേക്ക് കുട്ടികൾ ചെറിയ പ്രായത്തിലേ വരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ജാഗ്രതയോടുകൂടി വളരെ ചെറിയ പ്രായത്തിലെ ലീഗൽ അവയർനെസ് കുട്ടികളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുറ്റകൃത്യങ്ങളിലേക്ക് കുട്ടികൾ വരുന്നതിൽ നല്ലൊരു ഒരു കാരണം അവർക്ക് ലീഗൽ അവയർനെസ് ലഭിക്കാത്തതാണ്. നിയമപരമായ അറിവുകൾ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലീഗൽ അവയർനെസ് കൂട്ടിക്കൊണ്ടുവന്നാൽ തന്നെ കുട്ടികൾ കുറേ കൂടെ ധൈര്യമുള്ളവരാകും. കുട്ടികൾ കുറേ കൂടി പിന്നെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളിൽ വീഴാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ ഒരു മോശപ്പെട്ട കാര്യം, ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ 4 പേർ അവരെ തടയും. കാരണം അവർക്ക് ലീഗലായിട്ടുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത കൂടി. ഇത് ലീഗൽ അവയർനെസ് ഇല്ലാതെ വരുമ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നു, അതിനെ പിന്തിരിപ്പിക്കാൻ പോലും മറ്റു കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് ഓരോ കുട്ടികളെയും സിവിക് റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കുക എന്നുള്ളത്. ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ കടമകൾ, എങ്ങനെയൊക്കെയാണ് ഒരു ടോയ്ലറ്റ് പോലും, ഒരു പൊതുസ്ഥലത്തെ ടോയ്ലറ്റ് പോലും വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സൊക്കെ പറയുന്നത് വളരെ ഭീകരമായ കാര്യങ്ങളാണ്. കാരണം ആ ടോയ്ലറ്റൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് നാശമാക്കിയിടുകയാണ്. അപ്പോൾ വൃത്തിയായിട്ട് പൊതുസ്ഥലങ്ങളൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, പൊതുസ്ഥലങ്ങളിൽ വൃത്തിയായിട്ട് പെരുമാറാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു പൊതുസ്ഥലത്ത് സംസാരിക്കേണ്ടത്, ഇതൊന്നും അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. കുറച്ച് IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. എന്തായാലും രാത്രിയായിട്ടും അവരുടെ സംസാരം അവർ ഉറച്ച് സംസാരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് പേര് ഉറങ്ങേണ്ടവരാണ്, രോഗമുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇതൊന്നും അവർക്ക് അറിയണ്ട. ഞാൻ അവരോട് ശബ്ദമൊന്ന് കുറച്ച് സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്തു. 5 മിനിറ്റ് നേരത്തെ ശബ്ദം കുറയും, പിന്നെ അവരുടെ ശബ്ദം ഉയരുകയാണ്. ഇതൊക്കെ കൊണ്ട് വിദേശ രാജ്യത്തൊക്കെ പോകുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ധാരാളം പ്രശ്നങ്ങളാണ് ഇന്ന് ഉണ്ടാകുന്നത്. കാരണം അവർക്ക് ക്യൂവിൽ നിൽക്കാൻ അറിയില്ല, ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല, എറ്റിക്വേറ്റ്സ് അറിയില്ല. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുക. എത്തിക്സ് അറിയണം. എന്താണ് എത്തിക്സ് എന്നുള്ളത് ചെറിയ പ്രായം മുതലേ കുട്ടികൾ അറിയേണ്ടതായിട്ടുണ്ട്. ഒരു ലീഡർഷിപ്പ് അവർ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും എങ്ങനെയാണ് ഒരു യൂസ്ഫുള്ളായി മാറുന്നത്, ഒരു കോൺട്രിബ്യൂട്ടറിയായി മാറുന്നത്. മാറി നിൽക്കാനല്ല നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ സാഹചര്യത്തിൽ നമ്മളൊരു കോൺട്രിബ്യൂട്ടറിയായി മാറുന്നത്. ഒരു സ്ഥലത്ത് ചെന്നാൽ, ഒരു വീട്ടിൽ ചെന്നാൽ, ഒരു സാഹചര്യത്തിൽ ചെന്നാൽ എന്തൊക്കെ അവിടെ നമുക്ക് ചെയ്യാം, അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, മാറി നിൽക്കുകയാണ് എല്ലാവരും. ഒരു മരണ വീട്ടിൽ പോലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കസേര എടുത്തിട്ട് കൊടുക്കാൻ പോലും കുട്ടികൾ തയ്യാറാവാറില്ല. അവരൊരു കസേര കയറി അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെയല്ല, പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ ഒന്ന് മാറി അവർക്ക് 2 കസേരയൊക്കെ എടുത്തിട്ട് കൊടുക്കാനും, ഒരു ആൾക്കൊരു പ്രയാസമോ പ്രശ്നമോ വന്നാൽ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വലിയൊരു ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് വളരെ ചെറിയ പ്രായം മുതലേ കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾ ചെറിയ സംരംഭത്വമൊക്കെ എടുക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചെറിയ പ്രായം മുതൽ തന്നെ അവരെ കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഒരുപാട് ദുരഭിമാനവും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിലുണ്ട്. ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ നമ്മുടെ കുട്ടികൾക്കില്ല. ഇതിൻ്റെ എല്ലാം കാരണം ചെറിയ പ്രായം മുതൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഇല്ലാത്തതാണ്. കാരണം നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെയൊക്കെ പടം ഇട്ടത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെറിയ പ്രായം മുതലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. ഒരു വ്യത്യാസവും ഇല്ല. വീട്ടിലെ സാഹചര്യങ്ങളനുസരിച്ച് എല്ലാവരും എല്ലാ ജോലികളും ചെയ്യണം. കുറേ പൊതുവായ ജോലികളൊക്കെ വീടുകളിലുണ്ട്. ഇപ്പോൾ പാത്രമൊക്കെ എല്ലാവർക്കും കഴുകാം, ബാത്റൂമൊക്കെ എല്ലാവർക്കും കഴുകാം, തുണിയൊക്കെ എല്ലാവർക്കും കഴുകാം. അപ്പോൾ അതൊക്കെ സ്ത്രീയുടെ ജോലിയാണ് എന്ന് പറഞ്ഞ് അതെല്ലാം ഒരു അമ്മയുടെ തലയിലേക്ക് വെച്ച് കിട്ടുന്ന വീടുകൾ തന്നെ ഒരു ദുരന്തമാണ്. എല്ലാവരും എല്ലാ ജോലിയും
എപ്പോഴും ചെയ്യുക, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ചെറിയ പ്രായം മുതലേ അവരെ എല്ലാവരെയും സംരംഭത്വം പഠിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക. സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യിക്കുക. അത്തരം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു മാസത്തിലൊരിക്കലെങ്കിലും അവർ ചെയ്ത് അവരുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ അവിടെ കൊണ്ടുവരട്ടെ. എല്ലാം പേരൻസ് അങ്ങ് ചെയ്ത് കൊടുക്കുകയും ചെയ്യരുത്. വീട്ടിലും അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 5 കോഴിയെ വളർത്താനൊക്കെ ഒരു കുട്ടിയെ സഹായിച്ചാൽ അതൊരു വലിയ സംരംഭകത്വമാണ്, ഒരു സംശയമില്ല. അതുപോലെ കുട്ടികളെ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കണം. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഈ സ്കൂൾ യുവജനോത്സവമായി ബന്ധപ്പെട്ട് ഡോക്ടർ വാസുകി IASൻ്റെ ഒരു ടോക്ക്, ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണുകയുണ്ടായി. അവർ ഒരു സ്വാപ്പ് ഷോപ്പിൽ നിന്ന് 8 കൊല്ലം മുമ്പ് വാങ്ങിച്ച ഒരു സാരിയാണ് ആ പ്രോഗ്രാമിന് കൊടുത്തത്. എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വാപ്പ് ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വലിയ ആവശ്യമില്ലാത്ത അല്ലെ ആവശ്യം കഴിഞ്ഞ മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുകയും നമുക്ക് അവിടെ നിന്ന് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഇതാണ് സ്വാപ്പ് ഷോപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ ഈ കാലഘട്ടത്തിൽ വലിയ ആവശ്യമാണ്. കാരണം നമ്മളിങ്ങനെ വാങ്ങിച്ചു കൂട്ടി പരിസ്ഥിതിക്കൊക്കെ ഭീകരമായ ഡാമേജാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന വലിയൊരു പൊല്യൂഷൻ ടെക്സ്റ്റൈൽ പൊല്യൂഷൻ ആയിരിക്കും. കാരണം എല്ലാവരും സാധനങ്ങളങ്ങ് വാങ്ങിച്ചു കൂട്ടാണ്. ഇത് ബയോഡിഗ്രേഡബിളും അല്ല, കാരണം നൈലോണും പോളിസ്റ്ററും ഒക്കെ ചേർന്ന തുണികളാണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു കലാമിറ്റി ആയിട്ട് നാളെ മാറാൻ സാധ്യതയുണ്ട്. അവിടെയാണ് വാസുകിയുടെ ആ ഒരു ടോക്ക് എത്ര റിലവൻ്റാണ്. എത്ര മാതാപിതാക്കൾ ഇതൊക്കെ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നു, കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം വാങ്ങിച്ചു കൂട്ടാനല്ല, വേണമെങ്കിൽ നമുക്ക് പഴയ സാധനങ്ങളൊക്കെ വീണ്ടും ഉപയോഗിക്കാം. പിന്നെ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ മകൻ്റെ ഷർട്ടൊക്കെ ഞാൻ റീസൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ ഷോർട്ട്സൊക്കെ വീട്ടിലിടാനൊക്കെ വെളിയിൽ നിന്ന് അധികം വാങ്ങിക്കാറില്ല. പലപ്പോഴും ആ പാൻസൊക്കെ തന്നെ കട്ട് ചെയ്ത് അത് റീയൂസ് ചെയ്യാറുണ്ട്. അത് എൻ്റെ പിള്ളേരൊക്കെ അത് കണ്ട് വളരുന്നുണ്ട്. അവർക്കും അങ്ങനെയൊക്കെ തോന്നുന്നെങ്കിൽ തോന്നട്ടെ. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. കടയിൽ പോയി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ ആർക്കാണ് വയ്യാത്തത്? പണം ഉണ്ടെന്നും പറഞ്ഞ് പണമുള്ളവരെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടിയാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരാണ്. വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നു. ആ വെള്ളപ്പൊക്കം വരാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് വെള്ളം ഒരിടത്തും ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാം ക്ലോഗ് ചെയ്ത് നിൽക്കുന്നത് മാലിന്യങ്ങളാണ്, പ്രത്യേകിച്ച് ബയോഡിഗ്രേഡബിൾ അല്ലാത്ത മാലിന്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. നമുക്കെല്ലാവർക്കും കൂടെയുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാവരും പാലിക്കാൻ തയ്യാറാണ്. ഇത് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളെ സെൻസിറ്റൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അത് എല്ലാ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മോനെ അങ്ങ് ഡോക്ടറാക്കുന്നു, എൻ്റെ മോനെ അങ്ങ് എൻജിനീയറാക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താക്കിയാലും ശരി തന്നെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അത് നമ്മൾ ചെറിയ പ്രായം മുതലേ കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരിക. അതുപോലെ ഹെൽത്തിനെക്കുറിച്ച് പല കുട്ടികളും രാവിലെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നില്ല. ഉച്ചയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന ഭക്ഷണമൊന്നും ചൊവ്വേ നേരെ കഴിക്കുന്നില്ല. ഞാൻ ഇന്നലെ 8ലെയോ 9ലെയോ ഒക്കെ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് പല കുട്ടികളും ജങ്ക് ഫുഡാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നത്. ഒരു അവരുടെ ഫുഡിൽ ഫൈബറില്ല, അവരുടെ ഫുഡിനകത്ത് ന്യൂട്രീഷൻസ് ഇല്ല. നമുക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും മെൻ്റൽ ഹെൽത്ത് ഡെവലപ്മെൻറ്റിനും ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനും വേണ്ട പല കാര്യങ്ങളും അവരുടെ ആഹാരത്തിലില്ല. ഇതൊക്കെ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യണ്ടേ, കുട്ടികളെ സെൻസിറ്റൈസ് ചെയ്യണ്ടേ, അവരെ ആ കാര്യത്തിലൊക്കെ നമ്മൾ ബോധവൽക്കരിക്കണ്ടേ. റോഡിൽ കൂടെ നടന്ന് റോഡിൽ കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് വലിച്ച് തിന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് അവിടെ ഇന്ന് ഇന്ത്യയിൽ പോപ്പുലറായിട്ടുള്ള അമേരിക്കൻ ഫുഡൊന്നും അമേരിക്കയിലെ വിവരമുള്ള ആരും തന്നെ കഴിക്കാറില്ല. അത് നമ്മളിതൊക്കെ അമേരിക്കയെന്നും പറഞ്ഞ് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുകയാണ്. അവിടെ വിവരമുള്ളവരാരും ഇത്തരം സാധനങ്ങളൊന്നും കഴിക്കത്തില്ല. അവർ കുറേ കൂടെ ആയിട്ട് ഫുഡ് കഴിക്കാനും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനും ഒക്കെയാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഹെൽത്തിനെക്കുറിച്ച് പഠിപ്പിക്കണം, സേഫ്റ്റിയെക്കുറിച്ച് പഠിപ്പിക്കണം. പലപ്പോഴും സേഫ്റ്റിയെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് യാതൊരു ബോധവുമില്ല. അത് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ വെറും എന്തെങ്കിലും ഒരു സ്ലോഗൻ കോയിനിങ് എക്സസൈസായിട്ടല്ല നടത്തേണ്ടത്. ഏതെങ്കിലും ഒരു ദിവസം സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വീക്ക് സേഫ്റ്റി, അങ്ങനെയല്ല. ഡേ ടു ഡേ ലൈഫിൽ കുട്ടികളെ സേഫായി ജീവിക്കാൻ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ വളരെ എല്ലാ കാര്യത്തിലും എന്തെല്ലാം കാര്യങ്ങളിൽ അവർ സേഫ്റ്റിയെക്കുറിച്ച് മനസ്സിലാക്കണം, അതെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ടീനേജ് പ്രഗ്നൻസി തന്നെ കൂടി വരികയാണ്. ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് പോയി എല്ലാം പരിഹരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആലോചിച്ച് നോക്കണം, എവിടെയാണ് നമ്മളുടെ തെറ്റ്.
നമ്മൾ കുട്ടികളെയൊക്കെ ചെറിയ പ്രായം മുതലേ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് പഠിപ്പിക്കണം. ഡിസിപ്ലിനെക്കുറിച്ചും സെൽഫ് കൺട്രോളിനെക്കുറിച്ചും പഠിപ്പിക്കണം. നമുക്ക് ലോകത്തെ മാറ്റാനൊന്നും സാധിക്കില്ല, പക്ഷെ നമുക്ക് പല കാര്യങ്ങളിലും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ MDMA പറ്റി എല്ലാവരും ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അതിൻ്റെ കസ്റ്റമറാകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡഡ് സൈഡിൽ നമ്മുടെ കുട്ടികൾ എത്താതിരിക്കാൻ എന്ത് ചെയ്യാം? ഇതൊക്കെയാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. എമ്പതി ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് പല ചെറുപ്പക്കാർക്കും മറ്റുള്ളവരുടെ വേദനയോ പ്രയാസമോ വിഷമമോ ഒന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരുപാട് സെൽഫ് സെൻറ്റേർഡായ, ഒരുപാട് സെൽഫിഷായ പല പേരൻസ് തന്നെ എന്നോട് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുട്ടികളിൽ ഈ സെൽഫിഷ്നെസ്സും സെൽഫ് സെൻറ്റേർഡ്നെസ്സും ഒക്കെ ഉണ്ടാകുന്നതിൽ പേരൻസിനൊരു വലിയ റോളുണ്ട്. നമ്മൾ അവരെ വളർത്തുന്ന സമയത്ത് അവരുടെ ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അവരോട് വളരെ കനിവോടുകൂടി അവരോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അവരുടെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ നമ്മൾ അവരോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അവരോടുള്ള സ്നേഹം എക്സ്പ്രസീവായിട്ട് കാണിക്കുന്നുണ്ടോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു ലേഡി, ഒരു എഡ്യൂക്കേറ്റഡ് ലേഡിയാണ്, വളരെ നല്ലൊരു ജോലി ചെയ്യുന്ന ലേഡിയാണ്. അവർ എന്നോട് പറഞ്ഞ് 13 വയസ്സുള്ള മകൻ വളരെ ഇൻഡിഫറൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, 13 വയസ്സുള്ളൊരു മകനെ സംബന്ധിച്ച് അമ്മയുമായിട്ട് ഇൻഡിഫറൻ്റ് ആണെങ്കിൽ ഒന്ന് മാറിപ്പിടിക്കുക, അച്ഛനൊന്ന് അതിനകത്ത് ഇടപെടട്ടെ, അച്ഛനവനുമായിട്ട് കൂടുതൽ സമയം. അച്ഛന് ദൂരെയാണ് ജോലി ചെയ്യുന്നത്. ദൂരെ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് മകനുമായിട്ട് ഇടപെടാൻ പ്രയാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ വേണേലും ജോലി ചെയ്തു, പക്ഷെ മകനുമായിട്ടൊരു വൈകാരിക ബന്ധം നമുക്കുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ഒരു പരാജയമാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് മകനെ സ്വാധീനിക്കാൻ പറ്റാത്തതെന്നുള്ളത് എനിക്ക് ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അമ്മയുടെ ഒരു സൈക്കോളജി ആ ഒരു വൈബും ഒരു പക്ഷേ ഒരു 13-കാരൻ കുട്ടിക്ക് പറ്റുന്നതായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അച്ഛൻ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. അല്ല അമ്മയും കുറ്റം പറഞ്ഞുകൊണ്ടോ കുട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇരുന്നിട്ട് കാര്യമില്ല. ആ കൂട്ടുത്തരവാദിത്വമാണ് കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അവനുമായിട്ട് ഇടപെടാൻ അച്ഛനും കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ആ അമ്മയോട് ചോദിച്ചത്, അച്ഛന് എന്നെങ്കിലും എങ്ങനെയാണ് എനിക്ക് എൻ്റെ മകനുമായിട്ട് കൂടുതലൊന്ന് അടുക്കാൻ പറ്റുന്നതെന്നുള്ള അതിനൊരു ഗൈഡൻസ് എടുത്തിട്ടുണ്ടോ? ഞാൻ ഒരു ഗൈഡൻസ് പ്രൊഫഷണൽ എന്ന നിലയിൽ ഞാൻ പറയാം, അച്ഛന്മാരൊന്നും അധികം എന്നെ വിളിച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് മകനുമായിട്ട് കൂടുതലൊന്ന് അടുക്കാൻ പറ്റുന്നതെന്നൊരു സംശയം പോലും ഇന്നും അവർ ചോദിച്ചിട്ടില്ല. അമ്മമാർ ഒരുപാട് പേരങ്ങനെ ചോദിക്കാറുമുണ്ട്. പെൺകുട്ടികൾ പൊതുവേ മിടുക്കരാകുന്നതിൻ്റെ ഒരു കാരണം വീട്ടിലെ അമ്മമാർ കുറേ കൂടെ സെൻസിറ്റീവായിട്ടും കുറേ കൂടെ കൺസേൺഡായിട്ടും കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടുന്നതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് പെൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ആൺകുട്ടികൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. വീട്ടിലെ അച്ഛൻ്റെ ക്വാളിറ്റിയും ആൺകുട്ടിയുടെ ഡെവലപ്മെൻറ്റും തമ്മിൽ ഒരുപാട് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് നെറ്റിക്വേറ്റ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ പാലിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട്. വളരെ പ്രധാനമായി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിച്ച് സ്കൂളുകളിൽ ഉള്ള കുട്ടികൾ വരെ പലതരത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്യുന്നു. പെൺകുട്ടികളുടെയൊക്കെ പടമെടുത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അധ്യാപകർക്കെതിരെ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ചെയ്യുന്നു. കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഒരു നെറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വെച്ചിട്ട് അതൊന്നും എല്ലാവർക്കും കയറി തോന്നുന്ന പോലെ ഇടപെടാനുള്ളൊരു സ്ഥലമല്ല. അത് ട്രസ്പാസ് ചെയ്യുമ്പോൾ അതിന് വലിയ കോൺസിക്വൻസസ് ഉണ്ട്. ഇത് കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആരുടെയെങ്കിലും ഒരു ഫോൺ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യാനുള്ളതല്ല. നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് മിസ്യൂസ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ ഒരു ഫെയർ യൂസും മിസ്യൂസും എബ്യൂസും ഒക്കെ എന്താണെന്ന് കുട്ടികളെ കൃത്യമായിട്ട് ചെറിയ പ്രായം മുതലേ പഠിപ്പിച്ചു കൊടുക്കണം. ആ വാല്യൂസും എത്തിക്സും കൾച്ചറും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിച്ച്, ഇതെല്ലാം ചില വാല്യൂസും എത്തിക്സും കൾച്ചറും ഒക്കെ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും പാരൻറ്റിങ് എന്ന് പറയുന്നതും ഒരു കൾച്ചറിങ് ആണ്. അവരെ റിഫൈൻ ചെയ്ത് കൊണ്ടുവന്ന് നല്ലൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ ഉദ്ദേശം. നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സമഗ്രമായി വന്നേ മതിയാവുള്ളൂ. കുറേ സിലബസ് എടുത്തു വെച്ച് കുറേ കോട്ട് സൂട്ട് വിട്ട് പഠിപ്പിച്ചാലൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ സായിപ്പും മദാമിയൊന്നും ആവത്തില്ല. ചില ക്വാളിറ്റീസാണ് വിദേശത്തെ ചില നല്ല സമൂഹങ്ങളുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്. അതുപോലുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നമുക്ക് ഒത്തിരി നല്ല സംസ്കാരവും ഒത്തിരി നല്ല ക്വാളിറ്റീസും ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ പാലിക്കുന്നില്ല. നമ്മൾ ഇന്ന് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ
നമ്മുടെ രാജ്യങ്ങളിലെ ഉണ്ടായിരുന്ന വാല്യൂസും കൾച്ചറും എത്തിക്സും എല്ലാം കളഞ്ഞും കുളിച്ചു വിദേശ രാജ്യത്തെ കുറേ കോപ്രായങ്ങൾ ഈ എക്സ്റ്റേണലി കാണിക്കുന്നതല്ലാതെ അവർക്കുള്ള നല്ല ക്വാളിറ്റീസിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. സമയം പാലിക്കാൻ അറിയില്ല, വാക്ക് പാലിക്കാൻ അറിയില്ല. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇന്ന് വിഷയവുമല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടോട്ട് ബട്ട് കോട്ട് എന്നാണ് പറയുന്നത്. ഇത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയല്ല, നമ്മൾ കാണിച്ചു കൊടുത്ത് അവരിൽ അത് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന, സാഹചര്യങ്ങളുമായിട്ട് കോപ്പ് ചെയ്യാൻ കഴിയുന്ന, അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന നല്ല സ്ട്രോങ് ലീഡേഴ്സായി നമ്മുടെ കുട്ടികളൊക്കെ മാറട്ടെ. എല്ലാവർക്കും കുട്ടികളിലൂടെ വലിയ സന്തോഷവും സമാധാനവും ഒക്കെ ധാരാളമായിട്ട് ലഭിക്കട്ടെ. ഹാപ്പി ലിവിങ്.